പഴമയുടെ പെരുമ വിളിച്ചോതുകയാണ് തിരുവനന്തപുരം പാലോട് കാർഷിക കലാമേളയും കന്നുകാലിച്ചന്തയും. 63 വർഷമായി ഒരു മുടക്കവുമില്ലാതെ തുടരുകയാണ് കാർഷിക കലാമേള. പെരിങ്ങമല ഏലായിൽ തുടങ്ങിയ കാളച്ചന്തയാണ് ഇന്ന് കാണുന്ന വിപുലമായ മേളയായി പരിണമിച്ചത്. നെൽകൃഷി വ്യാപകമായിരുന്ന കാലത്ത് നിലമുഴുവാൻ കാലികളെ തേടി കർഷകർ എത്തിയിരുന്ന പഴയകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണിത്. കൃഷിക്ക് പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു സമയത്ത് കർഷകരുടെ കൂട്ടായ്മ ആരംഭിച്ച ഒരു വലിയൊരു കന്നുകാലിച്ചന്തയും കാർഷിക വിപണന മേളയുമാണ്. പിൽക്കാലത്ത് ഇന്ന് 62 വർഷം പിന്നിടുമ്പോൾ മുട്ടുസൂചി മുതൽ ആധുനിക സാങ്കേതിക വിദ്യയിൽ വിടരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങിക്കാൻ കഴിയുന്ന ഒരു വലിയൊരു വിപണിയായി പാലോട് കാർഷിക മേള മാറി. വാങ്ങുന്നവരും വിൽക്കുന്നവരും കൈകൾ ചേർത്തു പിടിച്ച് മുകളിൽ തൂവാല മൂടി വിരലുകൾ കൊണ്ട് വിലയുറപ്പിച്ചിരുന്ന പഴയകാല കച്ചവട രീതി ഇന്നും ഇവിടുത്തെ കൗതുകകരമായ കാഴ്ചയാണ്. തെങ്കാശിയിൽ നിന്നുള്ള ലക്ഷണമൊത്ത കാളകൾക്കൊപ്പം തെലങ്കാന പോത്തുകളും വിവിധയിനം ആടുകളും കോഴികളും മേളയിൽ ആകർഷണമായിരുന്നു. തനത് വിത്തിനങ്ങളും കാർഷിക വിഭവങ്ങളും ഈറ്റ ചൂരൽ ഉൽപ്പന്നങ്ങളും വാങ്ങാൻ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുപോലും ആളുകൾ എത്തിയിരുന്നു. വിപണനമേളയ്ക്ക് പുറമെ കാർഷിക സെമിനാറുകൾ, പുസ്തകമേള, മെഡിക്കൽ ക്യാമ്പുകൾ, ഓലമടയൽ മത്സരങ്ങൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികളും മേളയുടെ ഭാഗമായി നടന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.